ഗൈസ് ഞാൻ എന്താ രാവിലെ തന്നെ നമ്മുടെ സിറ്റിയിലെ ഏറ്റവും വലിയ ബാർബർ ഷോപ്പിലോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മുടി ഒന്ന് വെട്ടിത്തരാൻ. അത് കയറി വെട്ടി ഗൈസ്. ആ ദുഷ്ടൻ മുടി വെട്ടാൻ വന്നത് മുട്ട അടിച്ച് 2 വരയിട്ട് തന്നു ഗൈസ്. ഞാൻ ലാസ്റ്റ് അവൻ്റെ മുഖത്തിലറ്റടിയും വെച്ച് കൊടുത്തിട്ടാണ് ഗൈസ് തന്നത്. ഗൈസ് നമുക്ക് തൊപ്പി വാങ്ങിച്ചു വയ്ക്കാം. അയ്യോ ഗൈസ് ഞാൻ ഉരുണ്ടടിച്ച് വീണ്ടുണ്ട് ഗൈസ്. ഹലോ ഐ ആം അണ്ടർ ദി ബ്ലഡ് ഗൈസ്. ഞാൻ ഒട്ടും കുറച്ചില്ല. ഒരു കൂളിംഗ് ഗ്ലാസും നല്ല കുടിലും തൊപ്പിയും വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. തൊപ്പിയിൽ കുറച്ച് അക്കച്ചേറ്റമൊക്കെ കാണില്ല, എന്നാലും കുഴപ്പമില്ല ഗൈസ്. മറ്റേ തൊപ്പിയല്ല ഗൈസ്, ഈ തൊപ്പിയാണ് തലയിൽ വയ്ക്കുന്നത് ഗൈസ്. ഞാൻ നേരെ ഇതാ നമ്മുടെ ഗൈസ് നമ്മൾ പഴയ കാർ ഷോറൂമിൻ്റെ അടുത്ത് വന്നപ്പോൾ ഇതെന്തോന്നാണ് ഈ ചേച്ചിയുടെ അടുത്തൊന്ന് ചോദിച്ചോക്കെ എന്തൊക്കെ സംഭവം. വണ്ടി ഓർഡർ അടിച്ചാണല്ലേ ചേച്ചി? ഇത് തന്നെ നമ്മുടെ വണ്ടിയല്ലേ, നമ്മുടെ കൂട്ടുകാരൻ്റെ R15 ആണ് ചേച്ചി. സംഭവം തോന്നുന്നു ഇവിടുത്തെ എടാ മോനെ, അതെന്ന് പറഞ്ഞാലേ ഇവിടെ പ്രസിഡന്റ് വന്ന് താമസിക്കാനടാ. ഓ ചേച്ചി, ആ ശരി ശരി ഗൈസ്. ആ ചേച്ചി നമ്മളടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാലേ ഇവിടെ പ്രസിഡന്റ് നമ്മുടെ സിറ്റി കാണാൻ വന്നപ്പോൾ ഗൈസ് നമുക്ക് വന്നപ്പോൾ എങ്ങനെയൊട്ടും കുറച്ചില്ല കേട്ടാ. ഇഷ്ടം പോലെ കോടിയുടെ സെക്യൂരിറ്റി വണ്ടിയുണ്ട്. ഞാൻ നൈസായിട്ട് നമ്മുടെ കൂട്ടുകാരനെ വിളിച്ചതിനെ കുറച്ചൊന്ന് ചോദിക്കാം. ഇങ്ങേറെ വീടിന് മുമ്പിൽ നിന്നെല്ലാം വിളിച്ച് വല്ല വോയിസ് അറിയാൻ പറ്റുന്ന ക്യാമറ വല്ലതും ഉണ്ടെങ്കിൽ എന്നെ പിടിച്ച് ഡെയിലി ഇടുക. നമുക്ക് നമ്മുടെ കൂട്ടുകാരനെ വിളിച്ചേ കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. ഇവിടെ ഷാജിയുടെ നമ്പറിൽ വിളിച്ച് ചോദിക്കാം. ഹലോ ഡേ ഷാജി, നമ്മുടെ സിറ്റി ഗൈസ്. നമ്മുടെ ഷാജി എന്താണ് ഫോൺ എടുക്കാത്തതുകൊണ്ട് വിളിച്ചോട്ടെ. ഹലോ ഡേ ഷാജി, നമ്മുടെ സിറ്റിയിലെ പ്രസിഡന്റ് വന്നല്ലോടാ. ഓടോ 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 അങ്ങനെ വന്നപ്പോഴേ 4 വണ്ടിയും കൂടെ കൊണ്ടുവന്നു. ഇവിടെ ഒരു സെക്കൻഡ് ഏസോ, ഒരു സെക്കൻഡ് തന്നെ വെച്ചാണ് ഈസോ ഒന്നുകൂടെ പോയി വിളിക്കുക. ഒരു സെക്കൻഡൊക്കെ ഇവിടെ ഷാജിന്ന് എന്തോതായിരുന്നു പറഞ്ഞു. ഡോളിയും അങ്ങേര് വന്നപ്പോഴേ 4 വണ്ടി കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങേറ്. ആണാ, ഞാൻ ആ വണ്ടിയൊക്കെ പൊക്കാം ഗൈസ്. നമ്മളെ ഷാജി നമ്മളെ പറഞ്ഞെന്ന് പറഞ്ഞാലേ അങ്ങേര് വന്നപ്പോഴേ ഒട്ടും കുറച്ചില്ല. അങ്ങേര് 4 വണ്ടിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. അങ്ങേറെ കഷ്ടകാലം സിറ്റിയിൽ ഞാൻ ഉണ്ടെന്ന് അങ്ങേർക്ക് അറിഞ്ഞൂടെ. നമുക്ക് എന്തായാലും പ്രസിഡൻറ്റിനെ കാണാൻ ഒരു അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് ഗൈസ്. അപ്പം നമുക്ക് നല്ല ഡ്രസ്സൊക്കെ വാങ്ങിച്ചിടണം. നല്ലൊരു ബൈക്കും സെറ്റാക്കണം. റെൻറ്റിനൊരു ബൈക്ക് എടുക്കണം. R15 ഒന്നും വേണ്ട. R15 പുച്ഛിച്ചല്ലേ കേസ്, കൂട്ടുകാരൻ്റെ വണ്ടിയാണ്. വണ്ടിനൊക്കെ അതുകൊണ്ട് പ്രശ്നമാണ്. വണ്ടിക്ക് വല്ലതും പറ്റിയാലേ അവ എന്നെ പിടിച്ച് ചീത്ത പറയലേ വേണമെങ്കിൽ മോന്തയ്ക്ക് റെഡിയും കിട്ടണ്ടേ. അപ്പം ഞാൻ നൈസായിട്ട് വണ്ടി അങ്ങോട്ട് കയറ്റി വെക്കുന്നുണ്ട് ഗൈസ്. നമ്മളെ ഷാജിനെ വിളിച്ചിട്ട് നമുക്ക് റെൻറ്റിന് വല്ല ബൈക്കാണ്ട് ഈ പറഞ്ഞിടാൻ പറയാം ഗൈസ് നമ്മളെ വീട്ടിലോട്ട്. അല്ലോടെ ഷാജി, നിൻ്റെ വല്ല റെൻറ്റിന് വല്ല ബൈക്കാണ്ട് എൻ്റെ വീട്ടിലോട്ട് വരാം. എന്തിനോടോ പ്രസിഡൻറ്റിന് വണ്ടി മോഷ്ടിക്കാനാണോ? അത് തന്നെ, നീ പെട്ടെന്ന് വണ്ടി അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മതി ഗൈസ്. ചെറുക്കിപ്പോൾ വണ്ടി പറഞ്ഞു വിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഗൈസ്. നമ്മളെ ചെറുക്കെന്താ വണ്ടി കൊണ്ട് വെച്ചിട്ടുണ്ട്. വണ്ടി ഞാൻ നീ കാണിച്ചു തരാം. പറഞ്ഞപ്പോൾ ചെറുക്ക് ഒട്ടും കുറച്ചില്ല. നമ്മളെ ഡുഗാട്ടി ഡെവിള് തന്നെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. ഭയങ്കര കിണ്ണം ബൈക്ക് ഗൈസ്. നമുക്കൊരു ഹെൽമെറ്റും കൂടെ വെച്ചിട്ട് പോവാം. വല്ല MVDയിലുള്ളവരെ അങ്ങേറെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെറ്റി കിട്ടും ഗൈസ്. ഞാൻ എന്താ ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിനി അങ്ങേറെ വീട്ടിലോട്ട് ഇഷ്ടം പോവാം. സ്പീഡൊക്കെ കുറച്ച് പോവാം. നമ്മൾ അപ്പോയിൻ്റൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. നേരെ ഇനി നമ്മുടെ അങ്ങേറെ വീട്ടിലോട്ടൊന്ന് പോയാൽ മതി. നമ്മളെ പ്രസിഡൻറ്റിന് അവിടെ ഉണ്ടായിരുന്നോ
നമുക്ക് പെട്ടെന്ന് പോവാം. എൻ്റെ അളിയ ഗൈസ് ലാഗ് ആവുണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഓടി വന്ന് വണ്ടിയിൽ അങ്ങനെ കയറിയിട്ടുണ്ട്. ഗൈസ് നമ്മൾ എന്തിനാണിപ്പോൾ അപ്പോയിൻമെൻ്റ് അടുത്ത് കയറുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണൂല, ഞാൻ പറഞ്ഞുതരാം. യെസ്, നമ്മളിവിടെ കയറുന്നു, ഈ വീട് മൊത്തം ഒന്ന് ചുറ്റി കാണുന്നു, എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കൂടി രാത്രി വന്ന് കയറുന്നു. അതായത് ഇവിടെ കിടന്ന 2 ഓടി കാണാനില്ല ഗൈസ്, അതെവിടെയാണെന്തോ എനിക്കകത്ത് കയറ്റിയിട്ടേ ഗൈസ്. നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് റിവേഴ്സ് എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് എടുത്തപ്പോഴേ ഓടി അവിടെ കിടക്കുന്ന ഗൈസ്. ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മാറ്റിയപ്പോൾ ഓടി കണ്ട്. നമുക്കിനി ഈ വണ്ടി ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. നമ്മളെ ഹെൽമെറ്റൊക്കെ നമ്മൾ നേരത്തെ ഊരി അവിടെ എറിഞ്ഞു ഗൈസ്, നേരത്തെ ഊരി ഹെൽമെറ്റ് അവിടെ എറിഞ്ഞു. ഇപ്പോൾ പഠിച്ചെറിയാൻ കേട്ടില്ല വണ്ടി തന്നെ ഗൈസ്. കൊണ്ട് ഇതിൻ്റെ സ്റ്റാൻഡേർഡായിട്ടുണ്ടല്ലോ ഒതുക്കുകയും വയ്ക്കാം ഗൈസ്. എൻ്റെ മോനെ തന്തര് വണ്ടിയുടെ മീറ്റപ്പ ദാകിടയിൽ കൊടിസേക്ക് ദോരത്തിപ്പുറം ദാരു പോർഷെ ലംബോർഗിനി ഹുറാഗൻ ബ്ലാക്ക്, ഇതേതൊരു ഓറഞ്ച് വണ്ടി, ഏതോ ഓറഞ്ച് അല്ലല്ലോ എൻ്റെ മോനെ, ഇതൊരു ഗോൾഡൻ വണ്ടി. തൂരി നോക്കിയപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓറഞ്ചെന്ന് തെറ്റിദ്ധരിച്ചു കേസ്. പക്ഷേ ഈ വണ്ടി മറിഞ്ഞു വലിയ കുഴപ്പമില്ല കേസ്. പെട്ടെന്ന് മറിഞ്ഞ് പെട്ടെന്ന് വണ്ടി പിന്നെയും മറിഞ്ഞു. എന്തോന്നാണ് കോപ്പ് വണ്ടി തൊട്ട് എടാ പൊട്ടാ, ഞാൻ എൻ്റെ അടുത്ത് എത്ര പ്രാവശ്യം ഇവിടെ പറയുന്നത് വണ്ടിയിൽ നിന്ന് മാറി നടക്കാനാണ്. യെസ്, നമ്മളെ വണ്ടി നമ്മളിവിടെ തന്നെ എങ്ങനെയും വെച്ചിട്ടുണ്ട്. യെസ്, നമ്മളിതാ നൈസായിട്ട് ഈ വണ്ടിയുടെ അടുത്തോട്ടൊന്ന് പോയി നോക്കാം. ഏതാ വണ്ടി, ഏതാ കിണ്ണ വണ്ടിയാണ് കേട്ടോ, ടാർസൺ. എൻ്റെ മോനെ ഗോൾഡൻ ടാർസൺ. സെക്യൂരിറ്റിക്ക് കിടക്കുന്ന അതിൻ്റെ പ്രൊട്ടക്ഷൻ കിടക്കുന്ന വണ്ടി തന്നെ കണ്ട കേസ് നിങ്ങൾ. ഓഡി R8, BMW ബുഗാട്ടി, വേറെ കിടിലം തന്നെ കേസ്, കിട്ടില്ല യെസ്. പിന്നെ ഈ ബൈക്കിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്കറിയാം, പക്ഷെ എത്ര പേർക്ക് അറിയാമെന്ന് ഞാൻ നോക്കട്ടെ ഗൈസ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് മെസ്സിനെയാണോ റൊണാൾഡോനെയാണോ നെയ്മറിനെയാണോ ഏറ്റവും ഇഷ്ടമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. ഗൈസിനത് നൈസായിട്ട് നമ്മളിത് പ്രസിഡൻറ്റിൻ്റെ വീടിൻ്റെ അകത്തോട്ട് കേട്ടതാണ്. ഇട്ടിക്കാതില്ല കൂടി നിന്നിട്ട് നല്ല സ്റ്റാൻഡേർഡ് പതുക്കെ നടമുന്നേ മിനേഷ പതുക്കെ നടാം ഗൈസ്. നമ്മളിത് പതുക്കെ നടന്നു. അപ്പോൾ പ്രസിഡൻറ്റിൻ്റെ അടുത്തൊന്ന് സംസാരിച്ചിട്ട് വീടൊന്ന് ചുറ്റി കണ്ടിട്ട് വരാം ഗൈസ്. നമ്മളെ പ്രസിഡൻറ്റ് പറഞ്ഞു, അതിനെന്തോടെ മോനെ നീ വീടത്രയും ചുറ്റി കൊണ്ടോടാന്ന്. നമുക്കത് നൈസായിട്ടേ ഇവിടെ കയറിട്ട് എവിടെയെങ്കിലും ലൂപ്പോടെ ഉണ്ടെന്ന് നോക്കാം. അയ്യോ, തിരിച്ചവിടോട്ട് കയറാൻ പറ്റുമോ ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മളത് ഇപ്പം തറയിൽ പോയി തിരിവലിയ ഇതൊക്കെ മതി സാറേ. എന്താ സാറേ, എൻ്റെ മോനെ ഇവിടെ ബാക്കിൽ ചോര ഉണ്ട്. ഗാർഡ്സിന് വല്ല സംശയം അടിച്ചാൽ പണി കുഴപ്പമില്ലേ. അമ്മാവന്മാർ സംസാരിക്കുമോ, ഞാൻ സംശയം അടിച്ചാൽ ഞാൻ തരുമോ. പ്രസിഡന്റ് നിന്റെ ടാർസം പോയടാ. ടാർസൺ അതിനെക്കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ട സുപ്രീം കോണീസൊക്കെ രണ്ടും നിന്ന വണ്ടി. പക്ഷേ ടാർസന് ആകെപ്പാടി ഈ സിറ്റിയിൽ തന്നെ ടാർസൺ കാർ ഒന്നേ ഉള്ളു. അത് ആരുടെയാണെന്ന് പറഞ്ഞാൽ പ്രസിഡൻറ്റിൻ്റെയാണ്. നമുക്ക് ആ ടാർസൺ എങ്ങനെയെങ്കിലും വേണം. ജസ്റ്റ് ഒന്ന് നൈസായിട്ട് സിമ്പിൾ ചാടി നിന്ന നമ്മൾ VIP ആക്കി. VIP അപ്പോയിൻമെൻ്റാണ് ഈ എടുത്തേക്കണം. 1 ലക്ഷം രൂപയാണ് ഈ ഇങ്ങനെ കാണാൻ വരാൻ. നമുക്കിനി ഇങ്ങനെ എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ കാണാൻ വരാം കേസിന്, എപ്പോൾ വേണമെങ്കിലും വരാം. ഇങ്ങനെ ഇവിടെ 3 ദിവസം ഉണ്ട്. ആ 3 ദിവസം മൊത്തം നമുക്ക് വേണമെങ്കിൽ ഞാൻ ആ വീട്ടിൽ വരാൻ പറ്റും കേസ്. അങ്ങനത്തെ അപ്പോയിൻമെൻറ്റാണ് നമ്മളെടുത്തേക്കണത് കേസ്. നമുക്ക് നൈസായിട്ട് കയറാം.
ഗൈസ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് നീന്താം, ഇങ്ങനെ വെടിക്കിടന്ന് ഉറങ്ങാം. അത്രയൊന്നും ഇല്ലെങ്കിലും സ്വിമ്മിംഗ് പൂളിൽ നീന്തൊക്കെ ചെയ്യാം. അതങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല നീന്തണമെന്ന്, നമ്മളറിയാതെ നീന്തി അത്രയേ ഉള്ളൂ. ഞാൻ നൈസായിട്ട് നമ്മളെ ഡുഗാട്ടി എടുത്തുകൊണ്ട് പോവാം. ഈ ബൈക്കിൻ്റെ പേര് ഡുഗാട്ടി എന്നാണെന്ന് എനിക്കറിയാം. ഡുഗാട്ടിയുടെ വണ്ടിയാണ്. ഡുഗാട്ടി ബാലൻസ് എനിക്കറിഞ്ഞൂടെ, അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. യെസ്, എനിക്ക് പേര് മൊത്തത്തിൽ അറിയാം. ഞാൻ ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ ഓരോന്ന് പറയും. എല്ലാ യൂട്യൂബർമാരും ഇങ്ങനെ തന്നെ. നമ്മുടെ ഈ ഡുഗാട്ടി ഡെവിളും കൊണ്ട് നമ്മൾ നൈസായിട്ട് നമ്മുടെ വീട്ടിലും ഇവ അല്ലട നേരത്തെ എന്നെ കിടന്നു. ഇവനെ ഞാൻ വേണ്ട, ഇനിയിപ്പോൾ ആൾക്കാരുടെ സീന് ഇനി ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ എടാ പണിയാ വേണ്ട നിന്റെ എത്ര പ്രാവശ്യം പറഞ്ഞു ചെയ്യൂലോ. നീ നിന്റെ വണ്ടിയുടെ ചില്ല് ഞാൻ പൊട്ടിക്കും. പൈസ വെച്ചോട്ടോ ശരിയാക്കട്ടെ. പൈസ ഇതില്ല, നിന്റെ പൈസ ഇല്ലാതെ നീ ബുഗാട്ടി വാങ്ങിച്ചോണ്ട് നടക്കണ. പറയടാ നിൻ്റെ പൈസ ഇല്ലടാ, നിൻ്റെ പൈസ ഇല്ലേ? പൈസ വേണ്ട നിനക്ക്, പൈസ വേണ്ട. നീ എന്നെ മാത്രമൊന്ന് നീ തേടി പിടിച്ച് ഈ വണ്ടി വെച്ച് ഇടിക്കുന്ന. പറയടാ നിൻ്റെ എൻജിനൊക്കെ കറുത്താട്ടെ നിൽക്കടാ. ഞാൻ ചില്ലറക്കാരനൊന്നും അല്ല, നീ പൊക്കോണം. അതിൻ്റെ വിചാരമേ ഞാൻ ചില്ലറക്കാരനാണെന്നാണ്. നീ അവിടെ കിട്ടുന്ന കയറ്റി മേലെ ഇനി എൻ്റെ അടുത്ത് കാര്യം കാണിച്ചാൽ വന്നല്ല. പല പ്രാവശ്യം ഞാൻ റെൻറ്റിനെടുത്ത വണ്ടിക്കാണ്, അതാണ് എനിക്ക് ദേഷ്യം വന്നത്. സ്വന്തം വണ്ടിയായിരുന്നു പിന്നെ ഞാൻ കുഴപ്പമില്ലായിരുന്നു. ഇത് റെൻറ്റിനെടുത്ത വണ്ടി ആയതുകൊണ്ടാണ്. ഇനി അങ്ങനെ എൻ്റെ പൈസയും പൊടിക്കുമല്ല. നമ്മുടെ ഇത് R15 നമ്മളെ കൂട്ടുകാരെ എടുത്തുകൊണ്ട് പോയി. ഞാൻ നൈസായിട്ട് ഈ ബൈക്ക് അങ്ങോട്ട് കയറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ഒന്ന് കിടക്കാൻ പോയി, രാത്രിയായിട്ട് വരാം. പൈസ എന്താണ് ഇവിടെ കല്ലാണ് കേസിൻ്റെ സ്വിമ്മിംഗ് പൂള്. ഇവിടെ സ്വിമ്മിംഗ് പൂളും ഇത് ജസ്റ്റ് വേറെ ഐസാ കല്ല എന്തോ ആണ് ഞാൻ ഇവിടെ ഇട്ടേക്കണം. ഈ സ്വിമ്മിംഗ് പൂളിൽ എനിക്ക് മറ്റേത് ഇഷ്ടമല്ലേ, വെള്ളം ഒഴിക്കാൻ ഇഷ്ടമല്ല. ഞാൻ ഐസാണ് ഈ സ്വിമ്മിംഗ് പൂളിൽ വെച്ചേക്കണം. ഒരു കാലത്തും പൊട്ടാത്ത ഐസല്ല, ചുമ്മാ കല്ലാണ് ഈ സ്ഥാപനം. ചുമ്മാ ചോദിക്കാൻ സ്വിമ്മിംഗ് പൂള് കെട്ടി വെച്ചേക്കണം. നമുക്ക് രാത്രി കിട്ടും. നമ്മൾ രാത്രി എണീറ്റിട്ടുണ്ട് ഗൈസ്. നമുക്ക് നൈസായിട്ടേ ഇവിടെ വന്നിട്ട് ഇതെടുക്കാൻ തോന്നിയിരുന്ന കേസ് അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ട്. നമ്മളെ വിഗുണ്ട് കേസ് നമുക്ക്. കേസ് നമ്മളെ പഴയ മുടി പോലെയുള്ള വിഗാണ് കേസ്. ആ മുടിയുടെ ഓർമ്മയ്ക്ക് എടുത്ത് വെച്ചേക്കണ വിഗാണ് കേസ്. ഇതും വെച്ച് നമ്മുടെ കൂളിംഗ് ഗ്ലാസ്. ഇപ്പം കേസ് ഞാൻ ഒരു അസൽ കള്ളനായിട്ടുണ്ട് കേസ്. ഇപ്പം ഇത്തിരി കൂടെ അസൽ കള്ളനായിട്ടുണ്ട് കേസ്. നമുക്ക് പ്രോപ്പർട്ടിക്കുള്ള വണ്ടിയൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് വണ്ടീൻ്റെ അടുത്തോട്ട് പോവാം. നമ്മളാ വണ്ടീൻ്റെ അടുത്ത് ബൈക്ക് പോയിരിക്കണം. അതാണ് നമ്മൾ വണ്ടി ലൈറ്റൊക്കെ വെച്ച സൈക്കിളാണ് നൈസ്. ലൈറ്റൊക്കെ ഉണ്ട് ഈ വണ്ടിയിൽ. ലൈറ്റ് ഇതാകുമ്പോൾ രാത്രി ഇങ്ങനെ ആർക്കും കറുത്ത കളറാകുമ്പോൾ എത്ര പെട്ടെന്നൊന്നും മനസ്സിലാവേയില്ല. ഈ സൈക്കിളിലൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ ഇവിടെ സർവ്വസാധാരണമല്ല ഗൈസ്. ഇവിടെ അങ്ങനെ എല്ലാവരും കാറിലാണ് പോകണം, ആർക്കും സൈക്കിളില്ല. സൈക്കിൾ ഇവിടെ ആരും എടുക്കുകയില്ല. കാല് എനിക്കൊന്നും പറഞ്ഞ് നമ്മളുടെ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചവിട്ടി കൊടുത്താൽ മതി ഗൈസ്. വണ്ടി പിന്നെ ജസ്റ്റ് ഒന്ന് ചവിട്ടിയിട്ടൊരു മോഡിട്ടാൽ മതി, വണ്ടി ഇതേപോലെ പോകും ഗൈസ്. നമുക്ക് ലൂപ്പ് ഹോളിൻ്റെ അവിടെ എത്താറായി. നൈസായിട്ട് ഞാൻ എന്തായി അങ്ങോട്ട് ഞാനോട് ഇപ്പുറത്തെ ഫ്ലാറ്റിലുള്ളവരൊന്നും കാണാതിരുന്നാൽ മതിയായിരുന്നു. നൈസോ ലൈറ്റ് ഓഫിയുടെ പൊട്ട ലൈറ്റ് ഓഫി. നമ്മൾ ലൈറ്റ് ഇട്ടിട്ട് തന്നെ പോകാം ഗൈസ്, ഒരു കുഴപ്പമില്ല ഗൈസ്. തൽക്കാലം നമ്മൾ ഈ ഇടവഴിയിൽ വരെ ലൈറ്റ് ഇട്ട് നമുക്ക് നിർത്താം ഗൈസ്. ഇവിടെ കൂടെ നമുക്ക് ചാടാം ഗൈസ്. ഞാനും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. പതുക്കെ ഞാൻ ഇവിടെ ചാടിയിട്ടുണ്ട്. ഞാൻ വാ ഇറക്കി അടച്ചത്തേക്കാണ് ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ. വീണ ചെറിയ ശബ്ദം വീണാണ് വന്നാണ് ഗൈസ്. അത്
അതേടം തെങ്ങിന്ന് തേങ്ങ കൊണ്ടാണ് വിചാരിക്കും. ഇവിടെ തെങ്ങില്ലല്ലോ ഉണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ആണെന്ന് വിചാരിച്ചോളാം. ഞാൻ പതുക്കെ വന്നിട്ടുണ്ട് ഇവിടെ. നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ വീട്ടിൽ ഞാൻ എല്ലായിടവും ഒന്ന് അരിച്ച് പറക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങർക്ക് ബോഡി ഗാർഡ് ഉള്ളതുകൊണ്ട് ഇയാൾ ഭയങ്കര അഹങ്കാരമാണ്. കഥകൊക്കെ തുറന്ന് നിരത്തിട്ടേക്ക്. മണ്ടയിലാണ് ഇങ്ങേരിപ്പോൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രസിഡൻറ്റിൻ്റെ ബോഡി ഗാർഡുമാർ. പ്രസിഡൻറ്റ് അവിടെ മണ്ടയിൽ വേറൊരു റൂമുണ്ട്, അവിടെ ഒന്ന് ഉറങ്ങിയാണ് ഗൈസ്. നമ്മളിതാ നൈസായിട്ട് ഡ്രോയറിന് താക്കോലെടുക്കും. താക്കോൽ കിട്ടിയിട്ടുണ്ട് ഗൈസ് എനിക്ക്. ഞാൻ എന്താ പതുക്കെ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഓടിയിറങ്ങി. ശബ്ദം ഉണ്ടാക്കാത്ത നൈസ് ഓടണം. എൻ്റെ മോനെ ഗൈസ്, ഈ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ ശബ്ദം കേൾക്കണതിൻ്റെ പാട്. ജസ്റ്റ് നോക്കി വണ്ടിയുടെ ഡോർ പതുക്കെ തുറക്കാം. ശബ്ദം വല്ലതും ഉണ്ടാവും, ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. എൻ്റെ മോനെ ഗീസ്, ഇതുണ്ടെങ്കിൽ നല്ല ശബ്ദമുണ്ട് ഗീസ്, നല്ല ശബ്ദം. നൈസ് പതുക്കനെ വണ്ടി ബാക്കിലോട്ട് എടുക്കണം. പണി പാലുവെള്ളത്തിൽ കെട്ടി ഗൈസ്. ഇപ്പോൾ ബോഡി ഗാർഡ് വരെ കൂടി വരും. എൻ്റെ മോനെ വണ്ടി കിടക്കണം, ഇടിക്കുന്ന ശബ്ദമല്ലേ കേൾക്കണം. അയ്യോ ഇതെന്താണ് ഇവിടെ ഈ കളാൻ്റെ വണ്ടി. ഏസിൻ്റെ കൂടെ ഏതോ ഒരു താക്കോലും കൂടെ കിടപ്പുണ്ട് കേട്ടാ. ഏതായാലും ബുഗാട്ടിയുടെ താക്കോലാണ്. ഈ ഒരു ബുഗാട്ടി ജസ്റ്റ് അൺലോക്കാക്കി വെക്കാം. കേസ് ഇത് തന്നെ കേസ് അൺലോക്കായത്. കറക്റ്റ് സമയം തന്നെ. എൻ്റെ മോനെ പെട്ടെന്ന് വണ്ടി കയറാം. നമ്മൾ നെയ്ച്ചായിട്ട് വണ്ടി എടുത്ത് സൈഡിലോട്ട് മാറ്റിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ അവന്മാർ കറങ്ങി വരും കേസ്. എൻ്റെ മോനെ പ്രസിഡൻറ്റിൻ്റെ വണ്ടിയുടെ പുള്ളകളിയല്ല ഇത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നേരെ വണ്ടി എടുത്ത് മുമ്പിലോട്ടൊന്ന് പോവാം. എൻ്റെ മോനെ കായ്സ്ത പണി പാൽവെള്ളത്തിൽ കിട്ടിയെന്നാണ് തോന്നുന്നത്. പോലീസ് റഹ്മാനെ, എൻ്റെ മോനെ ഞാൻ വണ്ടി കൊണ്ട് പറക്കുകയാണ്. ഇനിയിപ്പോൾ എല്ലാവരും അറിഞ്ഞില്ല. ലൈറ്റൊന്നും ഇട്ട ഒരു പ്രശ്നമില്ല. ഞാനാണെന്ന് മാത്രം ഭാഗ്യത്തിന് അറിഞ്ഞില്ലേ. അയ്യോ കഥ കൂയോ. സാറേ പോട്ടെ സാറേ, പ്ലീസ് സാറേ. പ്രസിഡൻറ്റിൻ്റെ വണ്ടി അടുത്തോട്ട് നിർത്തോട്. അയ്യോ സാറേ പോട്ടെ സാറേ. അയ്യോ സാറേ പ്ലീസ് സാറേ, അടിക്കൊല്ലല്ലേ സാറേ, അടിക്കില്ലേ സാറേ. അയ്യോ നമ്മൾ അങ്ങനെയോ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ വണ്ടിയുടെ ഇതെന്ന് പറഞ്ഞാൽ കിടിലാണ് കേസ്. വണ്ടിയുടെ ബോണറ്റ് കിടില്ല കേസ്. മറ്റേ ഡിക്കി പോലെയുള്ള ബോണറ്റ് കേസ്. എങ്ങനെയൊക്കെയോ സ്പീഡിൽ വണ്ടി കൊണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നമുക്ക് നൈസായിട്ടേ ജുറാസിക് പാർക്കിൻ്റെ അവിടെ പോകും. ജീവന് കൊതിയുള്ള പോലീസുകാരൊന്നും അങ്ങോട്ട് വരും ലേസ്. ഓ എൻ്റെ മോനെ, എൻ്റെ വണ്ടിയും പോയി, എല്ലാമേ പോയിച്ച് കേസ്. ലേസ് വണ്ടി പോയിച്ച്. ഓ എൻ്റെ മോനെ പണി പാലുവെള്ളത്തിൽ കിട്ടിയെന്നാണ് വയസ്സ് തോന്നുന്നത്. പോലീസുകാരുടെ വണ്ടി. ഓ റഹ്മാനെ, സാറേ കൊള്ളാം സാറേ. അയ്യോ സാറേ പ്ലീസ് സാറേ. അയ്യോ സാറേ വേണ്ട സാറേ. സാറേ കളി മാറും കേട്ടാ. സാറേ പ്രശ്നം ഉണ്ടാകാൻ സാറിൻ്റെ പരിപാടിയെങ്കിലേ സാറേ കളി മാറും സാറേ. സാറിനെ അറിഞ്ഞോളൂ സാറേ. അയ്യോ സാറേ പ്ലീസ് സാറേ, ആൾ പിടിക്കാൻ സാറേ, എന്നൊന്നും ചെയ്യില്ല സാറേ. സാറേ വെടിയില്ല സാറേ. സാറേ ഇങ്ങേർക്ക് അറിഞ്ഞൂടെന്ന് തോന്നി. വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് തോക്കോട്ട് വന്നു. അയ്യോ വണ്ടി തെറിഞ്ഞ്. എടാ പൊട്ട കയറുക എങ്ങനെയെങ്കിലും. വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് തോക്ക് പൊട്ടൂലെന്നുള്ള കാര്യം കളയാൻ അറിഞ്ഞൂടെ. എൻ്റെ ഈ വണ്ടി എങ്ങനെയോ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പോണേ. എൻ്റെ മോനെ ഞാൻ നമ്മുടെ ടാർസാണ് തപ്പിക്കൊണ്ട് പോകണേണ്. എൻ്റെ മോനെ എൻ്റെ വണ്ടിയും പോയി. ഓ ഇതാ കിടക്കണം എൻ്റെ ടാർസൻ വണ്ടി. എൻ്റെ സ്വന്തം ടാർസൻ ഇതാ കിടക്കണം. എൻ്റെ അല്ല നമ്മളെ പ്രസിഡൻറ്റിൻ്റെ സ്വന്തം ടാർസൻ ഇതാ കിടക്കണേ. പ്രസിഡൻറ്റ് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞിട്ട് അയ്യോ ഇവനായിരുന്നു എൻ്റെ വണ്ടി അടിച്ച് വെച്ചുകൊണ്ട്. എടാ ദുഷ്ടാ എന്ന് പറഞ്ഞാൽ ഡിരിക്കും ഗൈസ്. പ്രസിഡൻറ്റ് വീഡിയോ ഗൈസ്. ഈ പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തുള്ളവർ പ്രസിഡൻ്റ് എന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. എൻ്റെ ഭാഗത്തുള്ളവർ അമ്മാറെന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്.
എൻ്റെ മോനെ വീഡിയോ നല്ല ലാഗാണ് ആയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് നല്ല ലാഗായിട്ടൊരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഞാൻ പോകുന്നു. ബൈ.